നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 2021 മാർച്ച് 4 നടന്ന +2 ഫിസിക്സ് മോഡൽ എക്സാമിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. മോഡൽ എക്സാമിന്റെ ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായും പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് ഉറപ്പിക്കാനാവും. ആശംസകൾ. 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് കണ്ടു കഴിഞ്ഞത്. 21ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന്. ഗിവ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഫിഷനും ഫ്യൂഷനും എന്താണെന്നുള്ളത് നമുക്കറിയാം. ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ സൂചിപ്പിച്ചാൽ മതിയാകും. ഫിഷൻ എന്നാൽ ഒരു ഹെവി ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാവുന്ന പ്രോസസ്സാണ്. 2 അതിലേറെയോ ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്ത് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ ആയാലും ഫ്യൂഷൻ ആയാലും, അതായത് അണുവിഘടനമായാലും അണു സംയോജനമായാലും എനോർമസ് എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുക. മാസ് ഡിഫക്റ്റിന് തത്തുല്യമായ എനർജി ഐൻസ്റ്റൈന്റെ മാസ് എനർജി റിലേഷൻഷിപ്പ് പ്രകാരം എനർജി ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ വ്യത്യാസം, ഫിഷൻ റിയാക്ഷൻ ഡസ് നോട്ട് നോർമലി ഒക്കർ ഇൻ നേച്ചർ. ഫ്യൂഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ സ്റ്റാർസ് സച്ച് ആസ് ദി സൺ. ഫിഷൻ റിയാക്ഷൻ സാധാരണഗതിയിൽ പ്രകൃതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഫ്യൂഷൻ റിയാക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ സൂര്യനിൽ മാത്രമേ, അല്ലെങ്കിൽ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിലെ എനർജി റിലീസ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ്. 10⁸K അത്രയും ഉയർന്ന താപനില ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർസിലൊക്കെയാണ് ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവുക. മൂന്നാമത്തെ വ്യത്യാസം, ഫിഷൻ റിയാക്ഷൻ high speed neutrons are required. Fusion reaction high density high temperature environment is required. അപ്പോൾ ഫിഷൻ റിയാക്ഷന്റെ റിക്വയർമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ സ്പീഡുള്ള ന്യൂട്രോൺസ് ആണ് ഒരു ഹെവി ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഫ്യൂഷൻ റിയാക്ഷനിൽ പറയുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഒരു റിക്വയർമെന്റ് ആണ്. 10⁸K ഓർഡറിലുള്ള ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുപോലെ ഹൈ ഡെൻസിറ്റി എൻവയോൺമെന്റും ആവശ്യമാണ്. ഓക്കെ, 3 പറഞ്ഞു. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതിയാകും. 22ാമത്തെ ചോദ്യം, അതിന് 2 ഭാഗങ്ങളുണ്ട്. എ പാർട്ട്, വാട്ട് ഈസ് മെന്റ് ബൈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ the energy difference between the bottom of the conduction band and the top of the valence band is called forbidden energy gap. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് രക്ഷപ്പെട്ടു പോയാൽ മാത്രമേ കണ്ടക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ അവൈലബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ എനർജി ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നത്. ബി പാർട്ട്, റൈറ്റ് എനി വൺ യൂസ് ഓഫ് സെനർ ഡയോഡ്. ഇത് 14ാമത്തെ അധ്യായമായ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വരുന്നതാണ്. സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. ഇതിപ്പം 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ എന്ന് മാത്രം സൂചിപ്പിച്ചാൽ മതിയാകും. ഓക്കെ, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി 3 മാർക്കിന്റെ സെക്ഷനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23 മുതൽ 34 വരെയുള്ളവയാണ് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ. 12 എണ്ണം ഉണ്ട്. പരമാവധി 36 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 23ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ട്, സ്റ്റേറ്റ് ഗോസസ് തിയറം. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. The Gauss's theorem states that the electric flux through any closed surface in free space is equal to 1/ε0 times net charge enclosed within the surface. അങ്ങനെ പറയാം. അല്ലെങ്കിൽ surface integral of the electric field over a closed surface in free space is equal to 1/ε0 times the enclosed charge. അങ്ങനെ പറയാം.
അതല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് സർഫസ് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഈക്വൽ ടു 1/ε0q എന്നും പറയാവുന്നതാണ്. രണ്ട് പാർട്ട് കൂടിയുണ്ട് ഈ ചോദ്യത്തിന്. അത് രണ്ടും നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എഴുതാവുന്നതാണ്. ബി പാർട്ട് നോക്കാം. ഗീവ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫ്ലക്സ് through the given surface when the angle between the electric field and the area is 45 degree. നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് d phi ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ എന്നതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡാണ്, ഡെൽറ്റ എസ് ഏരിയയാണ്. ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 45 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. കോസ് 45ന്റെ വാല്യൂ അറിയാം, 1/√2 ആണ്. സോ d phi ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് കോസ് 45 ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ √2. സി പാർട്ട്. What is the flux through the surface if the surface is parallel to the lines of force? അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. When the surface is parallel, the area vector is perpendicular to the field direction. അപ്പോൾ സർഫസ് പാരലൽ ആയിട്ട് വരുമ്പം ആ സർഫസിന് നോർമൽ ആയിട്ടാണ് ഏരിയ വെക്ടർ എടുക്കേണ്ടത്. അപ്പൊ ഫീൽഡ് ഡിറക്ഷനും നോർമൽ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ കോസ് തീറ്റ എന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഫ്ലക്സ് 0 ആയിരിക്കും. ഇതാണ് സി പാർട്ടിന്റെ ഉത്തരം. 24ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. നമുക്കിവിടെ ഡയഗ്രാം വരയ്ക്കണം. 3 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്നതും കാണിച്ചിരിക്കുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ ഈസ് ദ സെയിം അക്രോസ് ഈച്ച് കപ്പാസിറ്റർ വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, ചാർജ് ആണ് 3 കപ്പാസിറ്ററുകളിലും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത്. അപ്പോ ടോട്ടൽ ചാർജ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാവുന്നതാണ്. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് Q1 ഈക്വൽ ടു C1V, Q2 ഈക്വൽ ടു C2V, Q3 ഈക്വൽ ടു C3V. അപ്പൊ ഈ 3 കപ്പാസിറ്ററുകൾക്ക് പകരം ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ അതിന്റെ Q വാല്യൂ Q ഈക്വൽ ടു CV എന്നതായിരിക്കും. അപ്പൊ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് CV ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V എന്നതാണ്. വി എല്ലായിടത്തും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോഴേക്കും പിന്നെ വരിക എന്താണ്? C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. സോ വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. ഓക്കെ, 25ാമത്തെ ചോദ്യം ഒരു പ്രോബ്ലം ആണ്. സോളിനോയിഡിനെ സംബന്ധിക്കുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. 3 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ: എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 meter ഹാസ് റേഡിയസ് 1 centimeter and is made up of 500 turns. It carries a current of 5 ampere. What is the magnitude of the magnetic field inside the solenoid? അപ്പൊ ഇത് സോളിനോയിഡിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ബി ഈക്വൽ ടു μ0 Ni എന്നുള്ളതാണ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. μ0യുടെ ന്യൂമറിക്കൽ വാല്യൂ 4 × 10⁻⁻7 ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് 500 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 0.5 ആണ്. സോ n ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 0.5. ഇനി ഐ വാല്യൂ തന്നിരിക്കുന്നത് 5 ആംപിയർ കറന്റ് എന്നതാണ്. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ 6.28 × 10⁻³ ടെസ്ല എന്ന് കിട്ടും. 3 മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. 26ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് എലിമെന്റ്സ് ഓഫ് എർത്തിനെ സംബന്ധിക്കുന്നതാണ്. എ പാർട്ട്. നെയിം ദി ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ, അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അതിനെ പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്നാണ്. ബി പാർട്ട്. ഡിഫൈൻ 2 മാഗ്നറ്റിക് എലിമെന്റ്സ് ഓഫ് ദി എർത്ത്.
നമുക്ക് ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് ദി മാഗ്നറ്റിക് മെറിഡിയൻ. പിന്നെ എ പാർട്ടിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു, ഡിപ്പ് അറ്റ് എ പ്ലേസ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡിറക്ഷൻ ഓഫ് ദി ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് മേക്സ് വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പോ ഈ ഭാഗത്തിന്റെ ഡയഗ്രാം അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അന്നേരം കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോ ഈ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഡെഫിനിഷൻ കഴിയുന്നതും പഠിച്ചു വെക്കണം. ഓക്കെ. 27ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. AC ജനറേറ്ററിനെ സംബന്ധിക്കുന്നതാണിത്. ഡയഗ്രാം വരച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഡയഗ്രാം വരച്ചിട്ടില്ല. ഞാനത് ഡയഗ്രാം ഒക്കെ വെച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് തരാം. ഇപ്പൊ തൽക്കാലം ബ്രീഫായിട്ട് 3 മാർക്കിന്റെ ഒന്ന് നോക്കിക്കോളൂ. എ പാർട്ട്, നെയിം ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതാണ്. ബി പാർട്ട്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് EMF ഇൻ ആൻ AC ജനറേറ്റർ. AC ജനറേറ്ററിലെ ഇൻസ്റ്റന്റേനിയസ് EMFന്റെ എക്സ്പ്രഷൻ E=E0 sin ωt അത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്നത് φ=NAB cos θ എന്നതാണ്. θ=ωt ആണ്. ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. N എന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. A ഏരിയ ഓഫ് ദി കോയിൽ ആണ്. B മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് B എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇക്വേഷൻ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF E=-dφ/dt ആണ്. ഫൈയുടെ വാല്യൂ ആണ് NAB cos ωt എന്നുള്ളത്. അപ്പോ -d/dt ഓഫ് ഫൈ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് NAB ഒമേഗ sin ωt എന്നതാണ്. ഒരു AC ജനറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം NAB ഒമേഗ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതാണ് മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF and that is E0. Then we have the expression for the induced EMF E=E0 sin ωt. ഇത് ഞാൻ പിന്നീട് എടുത്തു തരാം ഡയഗ്രാം ഒക്കെ വരച്ചിട്ട്. ഇപ്പൊ തൽക്കാലം ഈ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് 2 പറയാനാണ് 28ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും 2 പഠിച്ചെഴുതുക. The electric field and the magnetic field are mutually perpendicular to each other and also perpendicular to the direction of propagation of the wave. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവ് പ്രൊപ്പഗേഷൻ ഡിറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറയുന്നതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. അപ്പോ ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ നേച്ചർ പറയുന്നതിനെയാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദ ഇലക്ട്രിക് വെക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഒപ്റ്റിക്കൽ ഇഫക്ട്സ് ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ദി ലൈറ്റ് വെക്ടർ. അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇലക്ട്രിക് വെക്ടർ ഉണ്ടല്ലോ, അതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. മാഗ്നറ്റിക് വെക്ടറിന് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ഇലക്ട്രിക് വെക്ടറിന് പറയുന്ന പേര് അതുകൊണ്ട് തന്നെ ലൈറ്റ് വെക്ടർ എന്നാണ്. കാരണം ഇലക്ട്രിക് വെക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഒപ്റ്റിക്കൽ ഇഫക്ട്സ്. ലൈറ്റിന് കാരണമാകുന്ന ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ്. തേർഡ് പ്രോപ്പർട്ടി, in the region far away from the source, electric and magnetic fields oscillate in phase. അപ്പോ ഓസിലേഷനെ സംബന്ധിച്ചുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓസിലേറ്റ് ചെയ്യും. അവ പരസ്പരം ഫേസിലായിരിക്കും. എവിടെ? ഇൻ ദ റീജിയൻ എവേ ഫ്രം ദി സോഴ്സ്. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി, ദ വേവ്സ് ട്രാവൽ ഇൻ ഫ്രീ സ്പേസ് വിത്ത് എ സ്പീഡ് 3 × 10⁸ meter per second given by the equation C=1/√μ0ε0. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് അവ ലൈറ്റിന്റെ വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുക എന്നുള്ളത്.
ലൈറ്റിന്റെ വെലോസിറ്റി 3 into 10 power 8 meter per second ആണ്. When we work out the value c equal to 1 by root of mu 0 epsilon 0. mu 0യുടെ വാല്യൂ 4 pi into 10 power minus 7 എന്നതാണ്. എപ്സിലോൺ 0യുടെ വാല്യൂ 8.85 into 10 power minus 12 ആണ്. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 into 10 power 8 meter per second ആണ്. മാക്സ്വെലിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്, അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും എന്നുള്ളത്. ഇനി ഏതെങ്കിലും ഒരു മീഡിയത്തിലായിരിക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്തായിരിക്കും? v equal to 1 by root of mu epsilon. അപ്പോ മ്യൂ എന്ന് പറഞ്ഞാല് mu 0 mu r ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാല് എപ്സിലോൺ 0 എപ്സിലോൺ r ആണ് മീഡിയത്തില്. സോ നമുക്ക് മീഡിയത്തിലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ പറയാം, v equal to c by root of mu r epsilon r എന്നത്. ഓക്കെ, mu r ഉം എപ്സിലോൺ r ഉം മീഡിയത്തിനെ സംബന്ധിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് സൂചിപ്പിക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ എളുപ്പമുള്ളത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. തുടരുന്നു. At any point of wave propagation, the ratio of electric and magnetic fields is equal to the velocity of the wave. c വെലോസിറ്റി ഓഫ് ദി വേവ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി ആയിരിക്കും എന്നതാണ് ഒരു പ്രോപ്പർട്ടി. അടുത്തത്, ദീസ് വേവ്സ് ആർ ന്യൂട്രൽ, therefore they are not deflected by electric and magnetic fields. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പറ്റി പറയുമ്പോൾ അവ ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിനോടോ മാഗ്നറ്റിക് ഫീൽഡിനോടോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. അടുത്ത പ്രോപ്പർട്ടി, electromagnetic waves show the properties of reflection, refraction, interference, diffraction and polarization as that of light and heat waves. ലൈറ്റ് വേവ്സും ഹീറ്റ് വേവ്സും കാണിക്കുന്ന ഏതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എക്സിബിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ എന്നീ പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി ആൻഡ് മൊമെന്റം ലൈക്ക് അതർ വേവ്സ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജിയും മൊമെന്റവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് u/c എന്നുള്ളത്. ഓക്കെ, അടുത്തത്, ദേ എക്സേർട്ട് റേഡിയേഷൻ പ്രഷർ ഓൺ എ സർഫസ്. അപ്പോ റേഡിയേഷൻ പ്രഷർ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. വേറെ പ്രോപ്പർട്ടീസ് തന്നിരിക്കുന്നത് എനർജി ഡെൻസിറ്റിയെ സംബന്ധിക്കുന്നതാണ്. എനർജി ഡെൻസിറ്റിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ടേംസിലെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. In an electromagnetic wave, the average values of electric energy density and magnetic energy density are equal. Electric energy density half epsilon 0 e square ആണ്, മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 എന്നതാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ വാല്യൂ ആയിരിക്കുമെന്നാണ് പ്രോപ്പർട്ടി പറയുന്നത്. ഒരു പ്രോപ്പർട്ടി കൂടി സൂചിപ്പിക്കുന്നു, ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മീഡിയം ഇൻ വിച്ച് ദീസ് വേവ്സ് ട്രാവൽ. ഏത് മീഡിയത്തിൽ കൂടിയാണോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുക അതിനനുസരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി മാറും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് വെക്ടേഴ്സ്. ഇപ്പൊ ഫീൽഡ് വെക്ടേഴ്സിന്റെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെയും ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ മീഡിയത്തിന് അനുസരിച്ച് വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വ്യത്യാസപ്പെടും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി മാക്സിമം ഉള്ളത് വാക്വത്തിലാണ്. അതിന്റെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നതാണ്. 28ാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ട്, ഗീവ് വൺ യൂസ് ഓഫ് റേഡിയോ വേവ്സ് എന്നതാണ്. ഉത്തരം, ഓസിലേറ്റർ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ടാങ്ക് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനിലും എല്ലാം റേഡിയോ വേവ്സിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. 29ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ
A glass plate of refractive index 1.6 is used as a polarizer. Find the polarizing angle. അപ്പോ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണെന്ന് പറയണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. tan IP equal to n എന്നതാണ് ഇക്വേഷൻ. എന്താണ് tan IP? Tangent of the polarizing angle is equal to the refractive index of the material of the reflecting medium. അതാണ് tan IP equal to n എന്ന ബ്രൂസ്റ്റേഴ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി പ്രോബ്ലം ആണ്. എ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6. സോ n ഈക്വൽ ടു 1.6 തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോളറൈസിംഗ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബ്രൂസ്റ്റേഴ്സ് ലോയില് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. tan IP ഈക്വൽ ടു 1.6 ആണ്. സോ polarizing angle IP equal to tan inverse 1.6. When you work out this, you will get the answer to be 58 degree. Okay? ഇനി നമുക്ക് 30ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ സംബന്ധിക്കുന്നതാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഫോർ എ മെറ്റൽ given that the photoelectric threshold wavelength is 6800 angstrom. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്ക് ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ φ0 ഈക്വൽ ടു h/0 എന്നാണ്. 𝜇0 ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. ത്രഷോൾഡ് വേവ് ലെങ്ത്തിന്റെ ടേംസിൽ 𝜇0യെ c/λ0 എന്ന് പറയാം. where c is the velocity of light and λ0 is the threshold wavelength. ആ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ആങ്സ്ട്രത്തിലാണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 6.634 into 10⁻⁻34 into 3 into 10⁻8 divided by 6800 into 10⁻⁻10. ഉത്തരം ജൂളിൽ കിട്ടുന്നത് 2.925 into 10⁻⁻19 ജൂൾ എന്നാണ്. ഇലക്ട്രോൺ വോൾട്ടിലുള്ള ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19 ജൂൾ ആണ്. അതുകൊണ്ട് ജൂളിലുള്ള ആൻസറിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1.6 into 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക വർക്ക് ഫംഗ്ഷൻ φ0 ഈക്വൽ ടു 1.83 ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും. ക്ലിയർ? 31ാമത്തെ ചോദ്യം. ഇതും ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. മുമ്പൊരു ചോദ്യം ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു. ഇത് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് യൂസിംഗ് ഗോസസ് ലോ. സിമ്മട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗോസസ് ലോ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. നമുക്ക് ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് കാണേണ്ടത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ്. എക്സ് എന്ന പോയിന്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, എക്സ് ഡിസ്റ്റൻസിലുള്ള പോയിന്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസിലും എന്തുണ്ടായിരിക്കും? കറസ്പോണ്ടിങ് പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഗോഷ്യൻ സർഫസ് വേണം. ഗോഷ്യൻ സർഫസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന് രണ്ട് തരത്തിലെടുക്കാം. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കാം. റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഫേസസ് ഉണ്ടാകും? നമുക്കറിയാം 6 ഫേസസ് ആണ് ഒരു റെക്ടാംഗുലർ ബോക്സിനുള്ളത്. പ്ലെയിൻ ഷീറ്റിന് പാരലൽ ആയിട്ടായിരിക്കും 2 ഫ്ലാറ്റ് ഫേസസ് രണ്ട് സൈഡിലും ഉണ്ടാവുക. ആ ഫ്ലാറ്റ് ഫേസസിലെ
പോയിന്റില് ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ 4 മുഖങ്ങളുള്ളത് എന്താന്ന് വെച്ചാൽ അവ പ്ലെയിൻ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 4 മുഖങ്ങളായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഈ 4 മുഖങ്ങളിലും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് EdS cos തീറ്റ എന്ന് പറയുന്നത് EdS cos 90 = 0 ആയിരിക്കും. പിന്നെ 2 ഫ്ലാറ്റ് ഫേസസില് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡിറക്ഷനിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് EdS cos 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു EdS. നമുക്ക് 2 ഫ്ലാറ്റ് ഫേസസ് ആണുള്ളത്. അപ്പൊ 2 ഫ്ലാറ്റ് ഫേസസിന്റെയും കൂടി ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ 2ES എന്ന് കൊടുക്കാവുന്നതാണ്. 2ES എന്നുള്ളതാണ് സർഫസ് ഇന്റഗ്രൽ E.ds എന്നതിന്റെ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്. 3 ഫേസസും എടുക്കുമ്പോൾ, അതായത് 2 ഫ്ലാറ്റ് ഫേസസും പിന്നെ റെക്ടാംഗുലർ ബോക്സിന്റെ 4 പ്ലെയിൻ ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 4 ഫേസസും കൂടി എടുക്കുമ്പോൾ കിട്ടുന്നത് സർഫസ് ഇന്റഗ്രൽ E.ds ന്റെ വാല്യൂ 2ES എന്നായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 × Q എന്നാണ് കൊടുക്കേണ്ടത്. 1/ε0 × Q എന്താണെന്ന് അറിയണം. Q എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എടുക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു Q/S ആണ്, ഓർ Q ഈക്വൽ ടു സിഗ്മ S ആണ്. Therefore RHS എങ്ങനെ കൊടുക്കാൻ പറ്റും? 1/ε0 × Q എന്നതിന് പകരം സിഗ്മ S/ε0 എന്നാകും. സോ 2ES ഈക്വൽ ടു സിഗ്മ S/ε0 എന്ന് കിട്ടുന്നതായിരിക്കും. രണ്ടിടത്തും എസ് ക്യാൻസൽ ആയി പോകും. സർഫസ് എസ് ഏരിയ അത് ക്യാൻസൽ ആയിട്ട് പോകുമ്പോൾ പിന്നെ കിട്ടുന്നത് E ഈക്വൽ ടു σ/2ε0 എന്നായിരിക്കും. ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എടുത്ത് വർക്കൗട്ട് ചെയ്താലും ഇത് തന്നെയാണ് വരുന്നത്. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിനാണെങ്കിൽ 2 ഫ്ലാറ്റ് ഫേസസിലെ ഏരിയ കൂട്ടിയെടുക്കുമ്പോഴത്തേക്കും 2ES എന്ന് കിട്ടും. കേർഡ് ഫേസിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് കൊണ്ട് കേർഡ് ഫേസിൽ ഫ്ലക്സ് 0 ആയിരിക്കും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും, പാരലീപിപ്പിൾ പോലുള്ള റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിലും 2 കേസിലും ഒരേ വാല്യൂ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് കിട്ടുന്നത്. ക്ലിയർ? 32ാമത്തെ ചോദ്യം, ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നാൽ എന്തെന്ന് നമുക്കറിയാം. 2 പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, മറ്റൊന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അത് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയത്തിൽ വളരെ ചെറിയൊരു സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാൻ സാധിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D എന്ന് തന്നിട്ടുണ്ട്. A ആണ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് സിഗ്മയുടെയും മൈനസ് സിഗ്മയുടെയും മിഡിലിൽ വരുന്ന പോർഷനിലെ മാത്രം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്താൽ മതി. മറ്റ് ഭാഗങ്ങളിൽ, അതായത് മൈനസ് സിഗ്മ ഷീറ്റിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും പ്ലസ് സിഗ്മ ഷീറ്റിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും പോസിറ്റീവ് നെഗറ്റീവ് ഡിറക്ഷനിൽ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരിക്കും. ആ ഇൻ ബിറ്റ്വീൻ റീജിയനിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് σ/ε0 ആയിരിക്കും. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു Q/A. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ Q/ε0A എന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ V ഈക്വൽ ടു E ഇൻറ്റു D. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ V ഈക്വൽ ടു QD/ε0A എന്ന് കിട്ടുന്നതായിരിക്കും.
കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, C equal to Q by V. That is Q by QD by epsilon 0A. epsilon 0A ന്യൂമറേറ്ററിലേക്ക് പോകും, ക്യൂവും ക്യാൻസൽ ആയി പോകും. പിന്നെ കിട്ടുന്നത് epsilon 0A by D എന്നായിരിക്കും. കപ്പാസിറ്റൻസ് ഓഫ് ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻ എയർ ഓർ വാക്വം കിട്ടുക. ഒരു മീഡിയത്തിലായിരിക്കുമ്പോൾ എപ്സിലോൺ ആർ വാല്യൂം കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. then C equal to epsilon 0 epsilon R A by D. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ മിനിമം സ്റ്റെപ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. 3 മാർക്കിന് നമ്മൾ ഡയഗ്രാം വരച്ച് ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതിയാകും. ഡയഗ്രാം കറക്റ്റ് ആയിരിക്കണം, സ്റ്റെപ്സും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, 33ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറന്റ് I ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദി ഫിഗർ. ഡയഗ്രാം ശരിക്കും മനസ്സിലാക്കണം. സപ്ലൈ വോൾട്ടേജ് 2 വോൾട്ട് ആണ്. 3 30 ഓം റെസിസ്റ്റൻസസ് ആണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ? അതിന് അക്രോസ് ആയിട്ട് ഒരു 30 ഓം ഉണ്ട്. അതിന് പാരലൽ ആയിട്ട് വരുന്നത് 30 ഓം പ്ലസ് 30 ഓം സീരീസിലായിട്ടാണ് വരിക. അതായത് ഇവിടെ നമുക്ക് വരുന്നത് 30 ഓം സീരീസിലും പിന്നെ അതിന് പാരലലായിട്ട് ഒരു 60 ഓമും കൂടിയായിട്ടാണ് വരിക. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മുടെ 30 ഓം സീരീസിൽ വരുന്നതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 60 ഓം എന്നെടുക്കാം. പിന്നെ സർക്യൂട്ടിലെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഭാഗത്തിലെ എക്രോസ് ആയിട്ടുള്ള 30 ഓം അതിന് പാരലൽ ആയിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ എടുത്ത 60 ഓം കണക്ഷനും വരും. അങ്ങനെ വരുമ്പോ ഇഫക്റ്റീവ് പാരലൽ റെസിസ്റ്റൻസ് 1/R ഈക്വൽ ടു 1/60 പ്ലസ് 1/30 എന്നായിരിക്കും. അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് മൊത്തത്തില് 20 ഓം എന്നായിരിക്കും. ഓക്കെ, സോ റെസിസ്റ്റൻസ് അറിയാം, V വാല്യൂ അറിയാം. അങ്ങനെയാകുമ്പോൾ I ഈക്വൽ ടു V by R. സോ ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട് I ഈക്വൽ ടു 0.1 ആംപിയർ. വ്യക്തമാണല്ലോ അല്ലെ? ആംപിയർ സർക്യൂട്ടൽ ലോയും അതിന്റെ ആപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംപിയർ സർക്യൂട്ടൽ ലോ റിലേറ്റ്സ് ദ കറന്റ് ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ഇറ്റ്. ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് DL കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് ആംപിയർ സർക്യൂട്ടൽ ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആപ്ലിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ്. സ്റ്റേറ്റ്മെന്റ് ആദ്യം നോക്കാം. എ പാർട്ട് സ്റ്റേറ്റ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു μ0 I എന്നതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ആംപിയർ സർക്യൂട്ടൽ ലോ റിലേറ്റ്സ് ദ ഇന്റഗ്രേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ടു ദി ഇലക്ട്രിക് കറന്റ് പാസിംഗ് ത്രൂ ദ ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പില് I കറന്റ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു μ0 I. ഓക്കെ, ആപ്ലിക്കേഷൻ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോളിനോയിഡ് ഒരു ചുറ്റുകോയിലാണ്. ചുറ്റുകോയിലിന് I കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. കൺസിഡർ എ ക്ലോസ്ഡ് പാത്ത് ഫോർ ദാറ്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ സോളിനോയിഡ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോസ്ഡ് പാത്ത് PQRS കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ PQRSലെ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. PQ, QR, RS, SP എന്നിങ്ങനെ 4 ആയിട്ട് പാത്തുകളെ ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. We consider a closed path PQRS. The line integral of the magnetic field B
along the path PQRS is to be found out. സോളിനോയിഡിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫീൽഡ് ഔട്ട്സൈഡ് ദി സോളിനോയിഡ് ഈസ് 0 ആൻഡ് ദാറ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഈസ് യൂണിഫോം. അപ്പോൾ PQ എന്നുള്ള ആ എലിമെന്റൽ ലെങ്ത് വരുന്നിടത്ത് മാത്രമേ ഫീൽഡ് യൂണിഫോം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ QR എന്നുള്ള പോർഷൻ എടുത്താലും SP എന്നുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ ബിയും ഡിഎലും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ cos 90 0 ആയിരിക്കും. പിന്നെ RS എന്നുള്ള ഭാഗം ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഫീൽഡ് 0 ആയിരിക്കും. സോ നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ LHSൽ കിട്ടുക ഇന്റഗ്രൽ ഓവർ ദി ലൂപ്പ് PQRS വെക്ടർ B ഡോട്ട് വെക്ടർ DL ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ PQ വെക്ടർ B ഡോട്ട് വെക്ടർ DL മാത്രമായിരിക്കും. മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം വെക്ടർ B ഡോട്ട് വെക്ടർ DL എന്നുള്ളത് 0 ആയിട്ട് പോകും. ഓക്കെ, ഇനി PQ എന്നുള്ള റീജിയനിൽ ബിയും DLും ഒരേ ഡിറക്ഷനിലാണ്, അതുകൊണ്ട് cos 0 1 ആണ്. ഓർ ഇന്റഗ്രൽ ഓവർ PQ വെക്ടർ B ഡോട്ട് വെക്ടർ DL എന്നുള്ളത് ഇന്റഗ്രൽ ഓവർ PQ BDL എന്നായിട്ട് മാറും. ഇന്റഗ്രൽ DL എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ L ആയിരിക്കും കിട്ടുക. സോ B ഇൻറ്റു ക്യാപിറ്റൽ L എന്ന് വരുന്നതായിരിക്കും. ഇനി RHS എന്താ വരുന്നത്? RHSന്റെ ഭാഗത്ത് μ0I എന്നുള്ളതാണ്. വാട്ട് ഈസ് I? ടോട്ടൽ കറന്റ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത്, ടോട്ടൽ ലെങ്ത് L ആണ്, I കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നെടുക്കുമ്പോഴേക്കും നമുക്ക് μ0I എന്നുള്ളത് μ0 സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ L ഇൻറ്റു I എന്ന് കിട്ടുന്നതായിരിക്കും. LHSും RHSും കിട്ടിക്കഴിയുമ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. μ0 NL ഇൻറ്റു I ഈക്വൽ ടു B ഇൻറ്റു L. Therefore, B equal to μ0 Ni. So, this is the expression for the magnetic field along the axis of a solenoid. Okay. ഇപ്പം കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആയിട്ടുള്ള സോളിനോയിഡിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ B equal to μ0 Ni എന്നതായിരിക്കും. Where N is the number of turns per unit length. മൊത്തം ടേൺസിന്റെ എണ്ണമല്ല, യൂണിറ്റ് ലെങ്തിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിന് ആയിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോളിനോയിഡും ടോറോയിഡും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നത് സോളിനോയിഡ് ആണ്. ടോറോയിഡും ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന പാഠത്തിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണണം. പിന്നെ അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കാണാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് സ്പീഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് അടുത്ത വീഡിയോയിൽ പറയുമ്പോൾ വിശദീകരിച്ച് തരാം. ഓക്കെ, എന്തായാലും മോഡൽ എക്സാമിന്റെ ചോദ്യോത്തരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ പ്രധാനമാണെന്നിരിക്കെ ഇതെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും നന്മകൾ. നന്ദി, നമസ്കാരം.